ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നാം പറയുന്ന വീഡിയോ ഒരു ഹീറോ ഹോണ്ട പാഷൻ പ്ലസ് മോട്ടോർ സൈക്കിളിൻ്റെ ഫുൾ വയറിംഗ് ഡീറ്റെയിൽസ് ആണ്. അതുപോലെ തന്നെ ഒരു മോട്ടോർ സൈക്കിൾ സ്റ്റാർട്ടാകുന്നതിനാവശ്യമായ കറണ്ട് എങ്ങനെയാണ് വണ്ടിയിൽ ഉണ്ടാകുന്നത് എന്നുള്ള ഡീറ്റെയിൽസുമാണ്. വണ്ടിയുടെ കിക്കർ ചവിട്ടുമ്പോൾ എഞ്ചിൻ്റെ ഉള്ളിൽ ക്രാങ്ക് ഷാഫ്റ്റ് കറങ്ങുകയും ക്രാങ്ക് ഷാഫ്റ്റിലുള്ള ഫ്ലൈവീൽ മാഗ്നറ്റും കൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഫ്ലൈവീൽ അഥവാ മാഗ്നറ്റ് കറങ്ങുമ്പോൾ മാഗ്നറ്റിൻ്റെ ഉള്ളിലുള്ള ലൈറ്റിംഗ് കോയിലും സ്റ്റാർട്ടിംഗ് കോയിലും കറണ്ട് ഉണ്ടാകുന്നു. സ്റ്റാർട്ടിംഗ് കോയിലുണ്ടാകുന്ന കറണ്ട് വണ്ടിയുടെ സ്റ്റാർട്ടിങ്ങിൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നു. സ്റ്റാർട്ടിംഗ് കോയിലിൽ നിന്നുള്ള മെയിൻ ബ്ലാക്ക് ആൻഡ് റെഡ് വയർ നേരെ CDI യൂണിറ്റിലെത്തുന്നു. അതുപോലെ പിക്കപ്പ് കോയിൽ സെൻസറിൽ നിന്നുള്ള ബ്ലൂ ആൻഡ് വൈറ്റ് വയറും നേരെ CDI യൂണിറ്റിലെത്തുന്നു. ലൈറ്റിംഗ് കോയിലിൽ ഉണ്ടാകുന്ന കറണ്ട് റെഗുലേറ്റർ റെക്ടിഫയറിലേക്കും എത്തിച്ചേരുന്നു. ഈ കാണുന്ന CDI യൂണിറ്റിലേക്ക് സ്റ്റാർട്ടിംഗ് കോയിലിൽ നിന്നും വരുന്ന ബ്ലാക്കിൽ റെഡ് വയറും ബ്ലൂയിൽ വൈറ്റ് വയറും എത്തിച്ചേരുന്നു. തുടർന്ന് ഇതിൽ നിന്നും പോകുന്ന ബ്ലാക്ക് ആൻഡ് യെല്ലോ വയർ നേരെ ഹൈ ടെൻഷൻ കോയിലിലേക്ക് പോവുകയും അങ്ങനെ പ്ലഗിലേക്ക് എത്തിച്ചേരുന്നു. അതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വയറും ഗ്രീൻ വയറും ഇഗ്നിഷൻ സ്വിച്ച് ഓൺ ഓഫിലേക്കും പോകുന്നു. HT കോയിലിലേക്ക് വരുന്ന ബ്ലാക്ക് ആൻഡ് യെല്ലോ വയർ മെയിൻ വയറും ഗ്രീൻ വയർ എർത്തായും ഉപയോഗിക്കുന്നു. CDI യൂണിറ്റിലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വയറും ഗ്രീൻ വയറും ഇഗ്നിഷൻ സ്വിച്ച് ഓൺ ഓഫിന് വേണ്ടി എത്തുന്നു. സോക്കറ്റിൽ കാണുന്ന റെഡ് വയറിലേക്ക് ബാറ്ററിയിൽ നിന്നുള്ള പോസിറ്റീവ് കറണ്ട് ആദ്യം ഫീസിലെത്തുകയും ഫീസിൽ നിന്നും നേരെ എൻജിൻ സ്വിച്ചിലെത്തുകയും ചാവി ഓണാക്കുമ്പോൾ റെഡ് വയറിൽ നിന്നും ബ്ലാക്ക് വയറിലേക്ക് കണക്ഷൻ ആവുകയും ചെയ്യുന്നു. ബ്ലാക്ക് വയറിലൂടെ വരുന്ന കറണ്ട് ബാറ്ററിയിൽ നിന്നും പ്രവർത്തിക്കുന്ന ഹോണ്, ഇൻഡിക്കേറ്റർ, ബ്രേക്ക് സ്വിച്ച് എന്നിങ്ങനെയുള്ളവ പ്രവർത്തിക്കാൻ ഉപയോഗിക്കുന്നു. അതുപോലെ CDI യൂണിറ്റിൽ നിന്ന് വരുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് വയറും ഗ്രീൻ എർത്ത് വയറും ഇഗ്നിഷൻ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ബ്ലാക്ക് വയറും ഗ്രീൻ വയറും തമ്മിൽ ഷോർട്ടാവുകയും എൻജിൻ ഓഫാവുകയും ചെയ്യുന്നു. ലൈറ്റിംഗ് കോയിലിൽ ഉണ്ടാകുന്ന കറണ്ട് RR യൂണിറ്റ് അഥവാ റെഗുലേറ്റർ റെക്ടിഫയറിൽ എത്തിച്ചേരുന്നു. പ്രധാനമായും ലൈറ്റിംഗ് കോയിൽ നിർമ്മിക്കുന്ന കറണ്ട് വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ബൾബ് കത്തിക്കുന്നതിനും ബാറ്ററി ചാർജിങ്ങിനുമാണ് ഉപയോഗിക്കുന്നത്. വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞാൽ എൻജിൻ കൂടുതൽ കറങ്ങുകയും എൻജിൻ്റെ ഉള്ളിൽ കൂടുതൽ കറണ്ട് ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ കറണ്ടിനെ റെഗുലേറ്റർ റെക്ടിഫയർ വഴി കടത്തിവിട്ട് 12 വോൾട്ടാക്കി കുറച്ച് ഹെഡ്ലൈറ്റ് ബൾബിലേക്കും 12 വോൾട്ടാക്കി കുറച്ച് ബാറ്ററി ചാർജിങ്ങിനും ഉപയോഗിക്കുന്നു. ലൈറ്റിംഗ് കോയിലിൽ നിന്ന് വരുന്ന വൈറ്റ് മെയിൻ വയറും ഗ്രീൻ എർത്ത് വയറായും ഉപയോഗിക്കുന്നു. റെഗുലേറ്ററിൽ നിന്ന് പോകുന്ന മഞ്ഞ വയർ ഹെഡ്ലൈറ്റ് ബൾബിലേക്കും ചുവപ്പ് വയർ ബാറ്ററി ചാർജിങ്ങിലേക്കും പോകുന്നു.
റെഗുലേറ്ററിൽ നിന്ന് 12 വോൾട്ടാക്കി കുറച്ച് വരുന്ന ഈ യെല്ലോ വയർ ആദ്യം ഹെഡ്ലൈറ്റ് സ്വിച്ചിലേക്ക് പോകുന്നു. തുടർന്ന് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഹെഡ്ലൈറ്റ് കത്തുന്നു. ഗ്രേ വയർ ഇൻഡിക്കേറ്ററിൻ്റെ ഫ്ലാഷർ വയറും ബ്ലാക്ക് വയർ ബാറ്ററി പോസിറ്റീവ് വയറായി ഉപയോഗിക്കുന്നു. ഈ കാണുന്ന ഗ്രീൻ യെല്ലോ വയർ ബ്രേക്ക് സ്വിച്ച് വയറും ബ്ലാക്ക് ബാറ്ററി പോസിറ്റീവ് വയറായി ഉപയോഗിക്കുന്നു. ഈ കാണുന്ന ഓറഞ്ച് കളർ വയർ ലെഫ്റ്റ് ഇൻഡിക്കേറ്ററും ലൈറ്റ് ബ്ലൂ കളർ വയർ റൈറ്റ് ഇൻഡിക്കേറ്ററും ഗ്രീൻ വയർ എർത്ത് വയറുമായും ഉപയോഗിക്കുന്നു. ചോക്ലേറ്റ് കളർ പാർക്കിംഗ് ലൈറ്റായും ഉപയോഗിക്കുന്നു. വയറിംഗ് സെറ്റിൽ കാണപ്പെടുന്ന ഫുൾ ബ്ലാക്ക് കളർ വയർ ബാറ്ററിയിൽ നിന്നുള്ള പോസിറ്റീവ് കറണ്ടായി ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ വയറിങ്ങിൽ കാണുന്ന ഫുൾ ഗ്രീൻ കളർ വയർ എർത്ത് വയറായും ഉപയോഗിക്കുന്നു. ബാക്ക് സൈഡിൽ കാണുന്ന വയറിങ്ങിൽ ചോക്ലേറ്റ് കളർ പാർക്കിംഗ് ലൈറ്റായും യെല്ലോ ഗ്രീൻ ബ്രേക്ക് സ്വിച്ച് വയറായും ഫുൾ ഗ്രീൻ വയർ എർത്തായും ഉപയോഗിക്കുന്നു. ലൈറ്റ് ബ്ലൂ കളർ വയർ റൈറ്റ് ഇൻഡിക്കേറ്ററും ഗ്രീൻ വയർ എർത്ത് വയറുമായി ഉപയോഗിക്കുന്നു. അതുപോലെ ഓറഞ്ച് കളർ ലെഫ്റ്റ് ഇൻഡിക്കേറ്ററും ഗ്രീൻ വയർ എർത്ത് വയറുമായി ഉപയോഗിക്കുന്നു.